ആന്റണി പെരുമ്പാവൂരിന്റെ വിമർശനത്തിൽ ജി സുരേഷ് കുമാറിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പിന്തുണ. സുരേഷ് കുമാർ പറഞ്ഞത് ഭരണസമിതിയുടെ തീരുമാനങ്ങളാണ്. ക്ഷണിച്ചിട്ടും യോഗത്തിൽ പങ്കെടുക്കാത്ത ആന്റണി പെരുമ്പാവൂരിന്റെ പരസ്യ നിലപാട് അനുചിതമാണ്. സംഘടനയ്ക്കെതിരായ നീക്കങ്ങൾ പ്രതിരോധിക്കുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. അതിനിടെ താരസംഘടന നാഥനില്ലാ കളരി എന്ന പരാമർശത്തിൽ നിർമ്മാതാക്കളെ AMMA അതൃപ്തി അറിയിച്ചു. പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ആവശ്യം. ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ലേബി, ഇന്നലെ ആന്റണി പെരുമ്പാവൂരിന്റെ ആ പോസ്റ്റ് അത് പൃഥ്വിരാജ് അടക്കമുള്ള നടന്മാരടക്കം ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതൊരു വലിയ വിവാദത്തിലേക്ക് പോവുകയും ചെയ്തു. ഇന്നിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ സുരേഷ് കുമാറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? ശ്രുതി, ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി 6 കൊച്ചിയിൽ ചേർന്ന യോഗമാണ്. അന്ന് സിനിമാ മേഖലയിലെ സംയുക്ത സംഘടനകളുടെ യോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ വെച്ചായിരുന്നു യോഗം. ആ യോഗത്തിൽ നടത്തിയ പരാമർശങ്ങളും യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങളുമൊക്കെയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അന്ന് സിനിമാ മേഖല സ്തംഭിപ്പിക്കാനുള്ള തീരുമാനം വന്നത് ആ യോഗത്തിലായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ആന്റണി പെരുമ്പാവൂരിന്റെ FB പോസ്റ്റ് വരുന്നത്. അതിനെ പിന്തുണച്ചുകൊണ്ട് ചില താരങ്ങൾ വരുന്നു. അതിനുള്ള മറുപടിയാണ് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ നൽകിയത്. യോഗത്തിൽ ക്ഷണിച്ചിരുന്നു, എന്നിട്ടും യോഗത്തിൽ വരാതെ നിന്ന് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിലുള്ള വാർത്താക്കുറിപ്പ് വന്നതിന് പിന്നാലെ ഇപ്പോൾ AMMയുടെ അതിരൂക്ഷ വിമർശനം വന്നിരിക്കുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രുതി, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ വളരെ ശക്തമായ രൂക്ഷമായ വിമർശനമാണ് AMMA ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നിർമ്മാതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങളെല്ലാം വിഷമമുണ്ടാക്കി. 500-ലധികം അംഗങ്ങളുള്ള AMMയെ മോശമാക്കി പരാമർശിച്ചതിൽ കടുത്ത പ്രതിഷേധം AMMയ്ക്കുണ്ട്. AMMയെ നാഥനില്ലാ കളരി എന്ന് വിശേഷിപ്പിച്ചതിൽ കടുത്ത പ്രതിഷേധമുണ്ട്. ആ പരാമർശം നടത്തിയ അപക്വബുദ്ധിയെ അപലപിക്കുന്നു. പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം. മേലിൽ അനൗചിത്യപരമായ പ്രസ്താവനകൾ ഉണ്ടാകരുത് എന്ന മുന്നറിയിപ്പും ഇവർ നടത്തുന്നു. കത്ത് നൽകിയത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റിനാണ്, ആൻഡ്രൂ ജോസഫിനാണ്. സഹോദര സംഘടനകൾ തമ്മിൽ സംഘടനാപരമായ ഐക്യം വേണമെന്നിരിക്കെയാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഖേദകരമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ AMMA അഡ്ഹോക് കമ്മിറ്റിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റിനാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതിനെല്ലാം ഫെബ്രുവരി 6 കൊച്ചിയിൽ യോഗം ചേർന്നു. സംയുക്ത സംഘടനകൾ നടത്തിയ യോഗത്തിലാണ് സിനിമാ മേഖലയിൽ നിർമ്മാതാക്കൾക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സിനിമാ മേഖലയിലില്ല. ഇതിന് ഏറ്റവും പ്രധാന കാരണം താരങ്ങളുടെ പ്രതിഫലം കുത്തനെ ഉയരുന്നതാണ്. കോവിഡ് കാലത്തിന് ശേഷം കുത്തനെയാണ് പ്രതിഫല തുക എല്ലാ താരങ്ങളും ഉയർത്തിയിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് താങ്ങാനാകുന്നതിൽ ഏതാണ്ട് 10 ഇരട്ടിയിലധികമാണ് താരങ്ങളുടെ പ്രതിഫലം. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ സിനിമാ മേഖല മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുള്ള പ്രധാന ആരോപണം ആണ് അന്ന് ഉന്നയിച്ചത്. ആ വാർത്താ സമ്മേളനത്തിനിടയിലാണ് ഇത്തരത്തിലൊരു പരാമർശം വന്നത് എന്ന് AMMA പറയുന്നു. അതായത് നാഥനില്ലാ കളരിയാണ് ഇപ്പോൾ AMMA എന്നൊരു പരാമർശം നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നു.